ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബീസ് ട്രാവൽസിൻ്റെ ഇന്നത്തെ യാത്ര മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. കന്നഡ മക്കൾ അംബാവിലാസ് എന്ന് വിളിക്കുന്ന മൈസൂർ കൊട്ടാരത്തിലേക്ക്. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. 70 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന മൈസൂർ പാലസ്. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസും എടുത്ത് അകത്ത് പ്രവേശിച്ചു. ഓരോ വർഷവും 50 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കൊട്ടാരം സന്ദർശിക്കുന്നത്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് പോരാടുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഈ പീരങ്കികളാണ് ഇപ്പോഴും മൈസൂർ ദസറ സമയത്ത് ആചാരവേദി മുഴക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഗുജറാത്തിലെ യാദവ വംശത്തിൽപ്പെട്ട പ്രഭുക്കന്മാരാണ് 14-ാം നൂറ്റാണ്ടിൽ വോഡയാർ രാജവംശം മൈസൂരിൽ സ്ഥാപിച്ചത്. യദുരായ വോഡയാർ ഇതിൻ്റെ സ്ഥാപകനും. ആദ്യഘട്ടത്തിൽ കൊട്ടാരം പണിതത് തടിയിലാണ്. പിന്നീട് അത് അഗ്നിക്കിരയാവുകയും പല പ്രാവശ്യങ്ങളിലായി കൊട്ടാരം പുതുക്കി പണിത് ഈ രൂപത്തിലാവുകയും ചെയ്തു. 1912 100 കോടി രൂപ ചെലവിട്ട് ഹെൻറി ഇർവിൻ, ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇന്ന് കാണുന്ന കൊട്ടാരം, ഈ അതിമനോഹരമായ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഈ രാജകൊട്ടാരത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം. കല്യാണ മണ്ഡപം. വിവാഹവും പിറന്നാളും മറ്റു വിശേഷ ദിവസങ്ങളും ഇവർ ഇവിടെയാണ് ആഘോഷിക്കുന്നത്. എട്ട് വശങ്ങളോടുകൂടിയ മനോഹരമായ നിർമ്മിതിയാണ് ഈ ഹാള്. മുന്നോട്ട് പോയപ്പോൾ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ, അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ മല്ലന്മാർ മത്സരിച്ച ഗോദ, രാജാരവിവർമ്മയുടെ ചിത്രങ്ങളും ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസുകളും ഈ പാലസിന് മറ്റൊരു അലങ്കാരങ്ങൾ കൂടിയാണ്. പാലസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ദർബാർ ഹാൾ. പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സ്ഥലമാണ്. ദസറയ്ക്ക് വേണ്ടിയുള്ള കുറേ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി.